51-ാമത്തെ പദ്യം മതത്തെ സംബന്ധിച്ച നിരൂപണത്തില് ഏകത്വമനുസന്ധാതും സർവേഷാം ഹി സമുദ്യമഃ ഏകമേവ മതം തേഷാം നാത്ര പക്ഷദ്വയം മതം. എന്തുകൊണ്ടെന്നാൽ ഏകത്വം ഒന്നിനോട് അനുസന്ധാതും ചേരുന്നതിനായിട്ടാണ് സർവേഷാം എല്ലാവരുടെയും ഉദ്യമഃ പരിശ്രമം. തേഷാം അവരുടെ മതം ഏകം ഏവ അവരുടെ മതം ഒന്ന് തന്നെയാണ്. അത്ര മതം ഇവിടെ മതം ന പക്ഷദ്വയം മതം രണ്ടില്ല എന്നാണ്. എല്ലാവരും ഒന്നിലേക്ക് ചേരുവാനാണ് ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. ആ ഒന്നിനെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടായിരിക്കണം. എല്ലാവരും ഒന്നിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത് നിരന്തരം. ആ ഒന്നിനെ ഈശ്വരൻ എന്ന് പറയാം, ആ ഒന്നിനെ ആത്മാവെന്ന് പറയാം, ആ ഒന്നിനെ നിർവാണം എന്ന് പറയാം, ആ ഒന്നിനെ ആനന്ദം എന്ന് പറയാം, ആ ഒന്നിനെ സ്നേഹം എന്ന് പറയാം. ഏത് പേര് നൽകിയാലും ആ ഒന്ന് ആണ് സത്യം. ആ ഒന്നിലേക്ക് മനുഷ്യൻ ചേരാൻ ആഗ്രഹിക്കുന്നു. ആ ഒന്നിലേക്ക് ചേർന്നതുകൊണ്ട് പ്രയോജനം എന്താണ്? ആ ഒന്നിലേക്ക് അണഞ്ഞ് അതായിത്തീരുമ്പോൾ മാത്രമാണ് മനുഷ്യന് ആത്യന്തിക ശാന്തിയും സമാധാനവും തൃപ്തിയും ലഭിക്കുകയുള്ളൂ. മതം നമുക്ക് നിത്യതൃപ്തി നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഏകത്വം അനുസന്ധാതും, ഏകത്വത്തെയാണ് എല്ലാവരും അനുസന്ധാനം ചെയ്യുന്നത്, നിരന്തരം അന്വേഷിക്കുന്നതും അത് കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഏകത്വത്തെയാണ്. അതുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനം ഏകത്വമായതുകൊണ്ട് ഇവിടെ അനേക മതം ഉണ്ടെന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. ആളുകൾക്ക് പറയാം, പക്ഷേ ആ പറയുന്നതൊന്നും തന്നെ യഥാർത്ഥ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈശ്വരൻ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈശ്വരൻ അനേകമല്ലല്ലോ. അല്ലാഹു എന്ന ഈശ്വരന്റെ നാമം, സ്വർഗസ്ഥനായ പിതാവ് എന്ന ഈശ്വരന്റെ നാമം, യഹോവ എന്ന ഈശ്വരന്റെ നാമം, അഹുരമസ്ത എന്ന് പാഴ്സികൾ ഈശ്വരന്റെ നാമം വിളിക്കുന്നു. ബുദ്ധമതവും ജൈനമതവും ഈശ്വരനെ കുറിച്ച് പറയുന്നില്ല. എന്നിരുന്നാലും ബുദ്ധൻ നിർവാണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിർവാണം ഈശ്വരൻ തന്നെയാണ്. അദ്വൈത വേദാന്തത്തിൽ ബ്രഹ്മമാണ് ഏറ്റവും പരമമായത്, അത് ഈശ്വരനാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ സംജ്ഞകളിലൂടെ പദങ്ങളിലൂടെ ആ ഒന്നിനെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മം അല്ലാഹുവിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വ്യത്യാസപ്പെടാൻ ഒരിക്കലും ഇടയില്ല എന്നാണ് ഗുരുവിൻ്റെ മതം. അതാണ്. അല്ലാഹുവും ബ്രഹ്മവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. യഹോവയും ബ്രഹ്മവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. യഹോവയും നിർവാണവും തമ്മിൽ വ്യത്യാസമില്ല. വ്യത്യാസം വരികയാണെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും. പക്ഷെ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ഏകമായ ഒരു ശക്തി നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ ഒരേ ഒരു അറിവ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒരേ ഒരു ശക്തി മാത്രമാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദൈവത്തിനെ എല്ലാം അറിയുന്നവൻ എന്ന അർത്ഥത്തിൽ സർവജ്ഞൻ എന്ന പേര് കൂടിയുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലക്ഷ്യം ഒന്നാണ് മതങ്ങളുടേത്. ആ ലക്ഷ്യം ഗുരുവിൻ്റെ ദാർശനിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മസുഖമാണ്. ആത്മസുഖം എന്ന് പറഞ്ഞാൽ സുഖമില്ലാതെ ഒരു ജീവിക്ക് ഇരിക്കാൻ പറ്റില്ല, നമുക്കും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സുഖം, കുറച്ച് സുഖത്തിൽ നിന്ന് കൂടുതൽ സുഖത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്പനേരം സുഖം കിട്ടിയാലും നമുക്ക് പോരാ, നമ്മൾ ആ സുഖത്തെ ഉപേക്ഷിക്കും ഇത്തിരും കൂടി മെച്ചപ്പെട്ട സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അല്പസുഖത്തിൽ നിന്ന് വലിയ സുഖത്തിലേക്ക് ഉള്ള നമ്മളുടെ ഈ പ്രവണത കാരണം എന്നാണോ നമുക്ക് എറ്റേണൽ ഹാപ്പിനെസ്, നിത്യസുഖം ലഭിക്കുന്നത്, അന്ന് വരെ നമ്മൾ അന്വേഷണം തുടരും. നിത്യസുഖം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണം അവിടെ അവസാനിച്ചു.
അസ്തമിച്ചു അവിടെ അന്വേഷണം. ആ നിത്യസുഖം എവിടെയിരിക്കുന്നു? ഈശ്വരനിലിരിക്കുന്നു, ആത്മാവിലിരിക്കുന്നു. ആത്മാവും ഈശ്വരനും അഭേദമാണ്, രണ്ടല്ല, ഒന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ മതവും ഒന്നാണ്, ഒന്നിലേക്കാണ്. ഇവിടെ നല്ലവണ്ണം വിചിന്തനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അഭിപ്രായ വ്യത്യാസം വരില്ല, മതഭേദം വരില്ല. ഗുരുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് അതുകൊണ്ട് ഒരു മതത്തിനോടും വിരോധം തോന്നില്ല. എല്ലാ മതങ്ങളുടെയും സാരം അയാൾക്ക് ഗ്രഹിക്കുന്നതിൽ സന്തോഷമുണ്ട്. ആ മതവിദ്വേഷമില്ലാതെ, മതവൈരുദ്ധ്യങ്ങളില്ലാതെ ഗുരുവിൻ്റെ മതസാര ദർശനം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് സമാധാനത്തെ മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ. അല്ലാതെ അസമാധാനത്തെ സൃഷ്ടിക്കുന്നത് ഗുരുവിൻ്റെ വഴിയല്ല. സമൂഹത്തിൽ എവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ അത് ഗുരുവിൻ്റെ വഴിയല്ല, ഗുരുവിനെ അറിയാത്തവരുടെ വഴിയാണ്. അപ്പം നമ്മളുടെ വഴി സമാധാനവും സാമഞ്ജസ്യവും സമവായവും സാരത്തിൽ മതത്തെ അറിഞ്ഞ കാഴ്ചപ്പാടിൻ്റെ ലക്ഷണമാണ്. സാരം എന്തെന്നറിയാത്തവരാണ് കലഹിക്കുന്നത്. സാരം അറിയണം നമുക്ക്. എല്ലാറ്റിൻ്റെയും സാരം അറിഞ്ഞവൻ സമാധാനമുള്ളവനായിരിക്കും. സമാധാനമാണ് സാരമറിഞ്ഞവൻ്റെ ലക്ഷണം. ഗുരു സാരമറിഞ്ഞവനാണ്, സാരമർമ്മജ്ഞനാണ് ഗുരു. അതുകൊണ്ട് സമാധാനമാണ് ഗുരുവിൻ്റെ ലക്ഷണമായിരുന്നത്. ഗുരു ഒരിക്കലും മതവിദ്വേഷമുണ്ടാക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഗുരുവിൽ നിന്ന് തന്നെ പഠിക്കണമല്ലാതെ വേറെ ആരിൽ നിന്നും പഠിക്കരുത്. നിങ്ങളുടെ ഒരു സന്ദേഹം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ഒരു സംശയം നിങ്ങളുണ്ടാകുമ്പോൾ അത് ഗുരുവിൽ നിന്ന് തന്നെ അതിന് ഉത്തരം കണ്ടെത്തണം. വേറെ ആരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആശയ പ്രശ്നങ്ങളുണ്ടാകും, ആശയ സംഘട്ടനങ്ങളുണ്ടാകും. അതുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകളെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഗുരുവിൻ്റെ വാക്ക് നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരു ശിഷ്യന്റെ അവതരണമാണ് ഈ ശ്രീനാരായണ ധർമ്മം. ആ ശിഷ്യന് സംശയമില്ല ഗുരു എന്താണ് അന്വേഷിച്ചിരുന്നത്. പല മതസാരവും ഏകം എന്നാണ് ഗുരുവിൻ്റെ മതദർശനം.